Good morning, all. Good morning. Good morning, ma'am. Good morning. നമ്മൾ എടുക്കുന്ന ചാപ്റ്ററിന്റെ പേര് ഇൻട്രൊഡക്ഷൻ ടു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് അല്ലെ? ഓർമ്മയുണ്ടോ? ലാസ്റ്റ് വെനസ്ഡേ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ഇവിടെ വരെയാണ് എടുത്തതെന്ന് ഓർമ്മയുണ്ടോ? അന്ന് എവിടെ വരെയാണ് എടുത്തതെന്ന് ഓർമ്മയുണ്ടോ? Characteristics of human resource. അത് കംപ്ലീറ്റ് ചെയ്തു ആണോ? 7 പോയിന്റ്സ് പറഞ്ഞോ? അത് ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട് മിസ്റ്റർ, ഇന്ന് ക്ലിയർ ആയിട്ട് പറയാനുണ്ട്. ഓക്കെ, ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പറയാനുണ്ട്. നമ്മളപ്പോ ഒബ്ജക്റ്റീവ്സ് ഓഫ് HRM വരെയാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഇനി നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് പറഞ്ഞത്. HRMന്റെ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? നമ്മൾ വേക്കന്റ് ആയിട്ടുള്ള പൊസിഷനിലേക്ക് എംപ്ലോയീസിനെ ഹയർ ചെയ്യുക, റിക്രൂട്ട് ചെയ്യുക എന്നതാണ്. ന്യൂലി ജോയിന്റ് ആണ്. ഓക്കെ, സോറി. ഓക്കേടാ, കഴിഞ്ഞ ക്ലാസ് റെക്കോർഡ് ക്ലാസ് ഒന്ന് കാണാം കേട്ടോ. അപ്പൊ നമ്മൾ HRM വെച്ചിട്ടുണ്ടെങ്കിൽ HRMന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ് പീപ്പിൾസിനെ ഹയർ ചെയ്യുക. നമ്മുടെ ഓർഗനൈസേഷനിൽ വേക്കന്റ് ആയിട്ടുള്ള പൊസിഷൻസ് ഉണ്ടാവും വെച്ചിട്ടുണ്ടെങ്കിൽ വേക്കന്റ് ആയിട്ടുള്ള പൊസിഷനിലേക്ക് എംപ്ലോയീസിനെ എന്ത് ചെയ്യുക, ഹയർ ചെയ്യുക എന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഫംഗ്ഷൻ ആണ്. HRM മാനേജ്മെന്റ് റിക്രൂട്ട്സ് ആൻഡ് ഹയർ പീപ്പിൾ ടു fill up the vacant position of the organization. നമ്മുടെ ഓർഗനൈസേഷനിലുള്ള വേക്കന്റ് പൊസിഷൻസ് ഫില്ലപ്പ് ചെയ്യുക. ഇത് HRMന്റെ ഫംഗ്ഷൻ ആണ്, ക്യാരക്ടർ ആണ്. ടെസ്റ്റ് ആൻഡ് ഇന്റർവ്യൂ. നമ്മുടെ HRM ഡിപ്പാർട്ട്മെന്റിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് ഈ എംപ്ലോയീസ് നമ്മൾ വെറുതെ ഫിൽ ചെയ്യുന്ന പോരാ, നമ്മൾ അവരെ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ ടെസ്റ്റും ഇന്റർവ്യൂവും കഴിഞ്ഞ് വേണം ഫിൽ ചെയ്യാൻ. നമ്മൾ വേരിയസ് ടൈപ്സ് ഓഫ് ടെസ്റ്റും കാര്യങ്ങളും കണ്ടക്ട് ചെയ്തതാണ്. അതേപോലെ തന്നെ പ്രിലിമിനറി ഇന്റർവ്യൂ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇന്റർവ്യൂസ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഒരു വ്യക്തിയെ, ഒരു എംപ്ലോയിയെ നമ്മൾ എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. സോ HRM ടേക്ക് വേരിയസ് ടെസ്റ്റ് ആൻഡ് ഇന്റർവ്യൂ ടു സെലക്ട് പീപ്പിൾ. നമ്മൾ ഓരോ വ്യക്തിനെ സെലക്ട് ചെയ്യാൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റും ഇന്റർവ്യൂവും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടക്ട് ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിക്കേറ്റ് വിത്ത് ടോപ്പ് മാനേജ്മെന്റ്. നമ്മള് ടോപ്പ് മാനേജ്മെന്റ് ആയിട്ട് എപ്പോഴും കമ്മ്യൂണിക്കേഷൻ വേണം. ആർക്ക്? HRM ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ടോപ്പ് മാനേജ്മെന്റ് ആയിട്ട് എപ്പോഴും എന്ത് വേണം, കമ്മ്യൂണിക്കേഷൻ വേണം. അതേപോലെ തന്നെ ടോപ്പ് മാനേജ്മെന്റ് ആണ് നമുക്കറിയാം ഓർഗനൈസേഷണൽ ഗോൾസ്, ഒബ്ജക്റ്റീവ്സ് ഒക്കെ എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്? ടോപ്പ് മാനേജ്മെന്റ് ആണ്. സോ ടോപ്പ് മാനേജ്മെന്റിന് ആ ഒരു ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ എന്ത് ചെയ്യണം, ഹെൽപ്പ് ചെയ്യണം. HRM ട്രൈസ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ടോപ്പ് മാനേജ്മെന്റ്. HRM എന്ത് ചെയ്യണം, ട്രൈ ചെയ്യണം എന്തിനു വേണ്ടിയിട്ട്, ടോപ്പ് മാനേജ്മെന്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇൻ ഹെൽപ്പിംഗ് ഫോർ എന്തിനു വേണ്ടിയിട്ട്, ഇൻ ഹെൽപ്പിംഗ് ടു ഫോർമുലേറ്റ് സ്ട്രാറ്റജീസ് ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഗോൾസ്. നമ്മുടെ ഓർഗനൈസേഷൻ ഗോൾസ് അച്ചീവ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് ഈ പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോപ്പ് മാനേജ്മെന്റിനെ ആര് ഹെൽപ്പ് ചെയ്യും? HRM ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി അറേഞ്ച് ട്രെയിനിങ്. നമ്മൾ ഹ്യൂമൻ റിസോഴ്സിനെ അല്ലെങ്കിൽ നമ്മൾ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്താൽ മാത്രം പോരാ, അവർ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രൊവൈഡ് ചെയ്യണം. HRM gives or arrange training program to improve the skills of the employee. അപ്പൊ HRM അറേഞ്ച് ചെയ്യണം ആൻഡ് gives training programs നമുക്ക് പ്രൊവൈഡ് ചെയ്യണം. എംപ്ലോയീസിന് വേണ്ട ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ ആര് അറേഞ്ച് ചെയ്യണം? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അറേഞ്ച് ചെയ്യണം. ഇവാലുവേറ്റ് ദ പെർഫോമൻസ്. അതേപോലെ തന്നെ നമ്മൾ സെലക്ട് ചെയ്ത എംപ്ലോയീസിന്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യണം. HRM evaluate the performance of the employee and on this evaluation employee get promoted. അപ്പൊ നമ്മൾ എംപ്ലോയീസിന്റെ പെർഫോമൻസും കാര്യങ്ങളും ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയി ആണ്, നല്ല രീതിയിൽ നമ്മുടെ ഓർഗനൈസേഷനോട് നല്ല പ്രഭാവത്തോടു കൂടി വർക്ക് ചെയ്യുന്ന എംപ്ലോയി ആണെങ്കിൽ ആ എംപ്ലോയീസിനെ നമ്മൾ എന്തെങ്കിലും പ്രൊമോട്ട് ചെയ്യുന്നു. എക്സിസ്റ്റ് ഇന്റർവ്യൂസ് ആണ്. HRM take exist interview when an employee quit his job.
അസിസ്റ്റ് ഇന്റർവ്യൂ എന്താണ് എന്ന് ശ്രദ്ധിക്കാം. ഒരു എംപ്ലോയി നമ്മുടെ ഓർഗനൈസേഷനിൽ നിന്ന് ക്വിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം ആ ജോബ് വേണ്ട എന്ന് വെക്കുന്ന സമയത്ത് അപ്പോ നമ്മള് ആ ഒരു എന്താ പറയാ ആ സമയത്ത് കണ്ടക്ട് ചെയ്യുന്ന ഒരു ഇന്റർവ്യൂവിനെയാണ് അസിസ്റ്റ് ഇന്റർവ്യൂ. നമ്മുടെ ഓർഗനൈസേഷൻ വിട്ടൊരു എംപ്ലോയി പോവാണെങ്കിൽ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഒരു ഇന്റർവ്യൂ ആണ് ഇത് അസിസ്റ്റ് ഇന്റർവ്യൂ. നോട്ട് ചെയ്യാത്ത അസിസ്റ്റ് ഇന്റർവ്യൂ ഇമ്പോർട്ടന്റ് ആണ്. Collect various suggestion. HRM tries to collect various suggestion from the employees. അതേപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് എംപ്ലോയീസിന്റെ ഒരുപാട് സജഷൻസും കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, കളക്ട് ചെയ്യുന്നുണ്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും എംപ്ലോയീസിനെ ആയിരിക്കും ശരിക്കും അറിയാൻ പറ്റുന്നത്. നമ്മുടെ പ്ലാൻ അനുസരിച്ച് കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ടോ എന്നുള്ളതൊക്കെ ആർക്കാണ് അറിയാൻ പറ്റുന്നത്, HRM-നായിരിക്കും അറിയാൻ പറ്റുന്നത്. സോ HRM എന്ത് ചെയ്യും, സജഷൻസും എംപ്ലോയീസിന്റെ ഭാഗത്തു നിന്നുള്ള സജഷൻസും കാര്യങ്ങളും എന്ത് ചെയ്യും, കളക്ട് ചെയ്യും. ഓക്കെ, then helps the organization top management to implement various techniques. നമ്മുടെ HRM ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ടോപ്പ് മാനേജ്മെന്റിനെ ഹെൽപ്പ് ചെയ്യും. അവര് വേരിയസ് ടൈപ്സ് ഓഫ് ടെക്നിക്സ് കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോപ്പ് മാനേജ്മെന്റിന് എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. HRM helps the organizational top management in implementing various techniques to help the organization to go ahead. അപ്പോൾ HRM എന്ത് ചെയ്യുന്നു, ഓർഗനൈസേഷന്റെ ടോപ്പ് മാനേജ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ടെക്നിക്സ് ഒക്കെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് HRM ഹെൽപ്പ് ചെയ്യുന്നു. അറേഞ്ച് വേരിയസ് വർക്ക്ഷോപ്സും കാര്യങ്ങളും എന്ത് ചെയ്യുന്നു, അറേഞ്ച് ചെയ്യുന്നു. വർക്ക്ഷോപ്സും കാര്യങ്ങളും അറേഞ്ച് ചെയ്യുന്നതിലൂടെ നമ്മുടെ എംപ്ലോയീസിന്റെ നോളജ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. HRM can arrange various workshops to increase the knowledge of the employee. നമ്മുടെ എംപ്ലോയിയുടെ നോളജ് കൂട്ടാൻ വേണ്ടിയിട്ട് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് വർക്ക്ഷോപ്സ് കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നു, അറേഞ്ച് ചെയ്യുന്നു. അതുവഴി എംപ്ലോയീസ് നല്ല രീതിയിൽ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യും. ഇനി അറേഞ്ച് മീറ്റിംഗ്. HRM ആണ് വേരിയസ് കൈൻഡ്സ് ഓഫ് മീറ്റിംഗ്, സെമിനാർസ് ഒക്കെ അറേഞ്ച് ചെയ്യുന്നത്. ഇതിനു വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എംപ്ലോയീസ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ, സാലറി അല്ലെങ്കിൽ റെമ്യൂണറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് കാര്യങ്ങൾ ഉണ്ടാവും. അതിനെ കുറിച്ചിട്ടൊക്കെ അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് HRM എന്ത് ചെയ്യുന്നത്, മീറ്റിംഗ്സ് അറേഞ്ച് ചെയ്യുന്നത്. HRM arrange various meetings and seminars to discuss the problems that the employees face in the organization. അപ്പൊ HRM different types of meetings and seminars arrange ചെയ്യുന്നുണ്ട് എംപ്ലോയീസ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസും കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. Take various precautions. അതേപോലെ തന്നെ ഡിഫറെന്റ് HRM എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് പ്രിക്കോഷൻസും കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, എടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട് പ്രിക്കോഷൻ എടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു എംപ്ലോയിനെ സെലക്ട് ചെയ്യും. ആ എംപ്ലോയി കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് കമ്പനിയെ സംബന്ധിച്ച് നഷ്ടമാണ്. കാരണം നമ്മൾ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ ഒരുപാട് കോസ്റ്റ് കമ്പനിയുടെ കയ്യിൽ നിന്ന് ചെലവായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള അശ്രദ്ധയിലൂടെയുള്ള ഹയറിങ്ങുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പ്രിക്കോഷൻസ് ആരെടുക്കണം, HRM എടുക്കണം. അതുകൊണ്ടാണ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ടെസ്റ്റ് ആൻഡ് ഇന്റർവ്യൂയിലൂടെ കറക്റ്റ് ആയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, എംപ്ലോയിനെ റിക്രൂട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം 11th point. Take various precautions. HRM takes various precautions to prevent neglect hiring. അശ്രദ്ധയോട് കൂടിയുള്ള ഹയറിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചുകൂടി പ്രിക്കോഷൻസും കാര്യങ്ങളും എടുക്കേണ്ടതാണ്. ആരാണത് ശ്രദ്ധിക്കേണ്ടത്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് ശ്രദ്ധിക്കുന്നത്. Then keep job specification of employee. HRM ആണ് ഓരോ എംപ്ലോയിക്കും എന്തെല്ലാം ജോബ് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യം ജോബ് സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. HRM gives the job specification of every employee. എല്ലാ എംപ്ലോയീസും ചെയ്യേണ്ട ജോബിനെ കുറിച്ച് സ്പെസിഫിക്കേഷനും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നു, HRM പ്രൊവൈഡ് ചെയ്യുന്നു. ആൻഡ് requirements that the employee needed to do it. അതേപോലെ ഒരു എംപ്ലോയി ഒരു ജോബ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെതായ റിക്വയർമെന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതെന്തെല്ലാമാണ് അത് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് തന്നെയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് തന്നെയാണ്. Then job enrichment. HRM does various job enrichment, job rotation, job enlargement and motivate the employees. നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് തന്നെയാണ് ജോബ് എൻറിച്ച്മെന്റ്,
ജോബ് കുറച്ചും കൂടി കാര്യങ്ങൾ കൊടുക്കുന്നത്, കുറച്ചും കൂടി എക്സ്ട്രാ കാര്യങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ അസൈൻ ചെയ്യുന്നത്. ജോബ് റൊട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എംപ്ലോയീസിന് കൂടുതലായിട്ട് വർക്കിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ജോബ് റൊട്ടേഷൻ കൊടുക്കും. ഒരു ജോബിൽ നിന്ന് മറ്റൊരു ജോബിലേക്ക് പെട്ടെന്ന് റൊട്ടേറ്റ് ചെയ്യും. ഡിഫറെന്റ് ടൈംസ് ഓഫ് ജോബ് അറ്റ് എ ടൈം എന്ത് ചെയ്യും, ആ ഒരു ഡിഫറെന്റ് ടൈംസ് എന്ന് വെച്ചാൽ ഒരു 6 മാസത്തിനുള്ളിൽ ഓരോ ജോബ്, ഒരു സെയിം ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഡിഫറെന്റ് ടൈംസ് ഓഫ് ജോബ്സ് ആ ഒരു വ്യക്തിനെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ചെയ്യിക്കും. അപ്പൊ അദ്ദേഹത്തിന് നല്ല രീതിയിൽ ആ ഒരു ജോബ് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. ആ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചിട്ട് നല്ല രീതിയിൽ മനസ്സിലാക്കാനും അവിടെ നല്ല രീതിയിൽ വർക്ക് ചെയ്യാനും പറ്റും. പിന്നെ ജോബ് എൻലാർജ്മെന്റ്, ജോബുകൾ കൂട്ടിക്കൊടുക്കുന്നത്, പിന്നെ അവർ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുന്നത്, എംപ്ലോയീസ് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വർക്ക് ചെയ്യുന്നത് നല്ല പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നല്ലതാണ് കേട്ടോ. അതേപോലെ തന്നെ എന്താ പറയാ, എംപ്ലോയി ഓഫ് ദി ഇയർ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ, എംപ്ലോയി ഓഫ് ദി ഇയർ എന്ന് പറഞ്ഞിട്ട് ഒരു എംപ്ലോയിനെ നമ്മൾ എന്ത് കൊടുക്കും, ആ വർഷത്തെ എംപ്ലോയി ഓഫ് ദി ഇയർ ആണെന്ന് പറഞ്ഞ് സെലക്ട് ഒക്കെ ചെയ്യും, അപ്രീഷിയേറ്റ് ഒക്കെ ചെയ്യും. അതെല്ലാം എംപ്ലോയീസിനെ എന്ത് ചെയ്യുന്നുണ്ട്, മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ആരാ ചെയ്യുന്നത്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് ചെയ്യുന്നത്. And develop a relationship between labor and management. Labor and management തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ആര് ക്രിയേറ്റ് ചെയ്യുന്നത്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. HRM gives support to develop and maintain the coordinated relationship between labor and management. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് നമ്മള് ലേബേഴ്സും മാനേജ്മെന്റും തമ്മിലുള്ള നല്ല റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ നോക്കിയത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. എല്ലാവരും വായിച്ചോക്കെ, എല്ലാവരും ഒന്ന് റീഡ് ചെയ്ത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഓക്കെ, അടുത്ത പേജിൽ വായിക്കുക കേട്ടോ. നെക്സ്റ്റ് പേജിൽ കൂടി വായിക്കാം. 2 പേജ് വായിച്ചോ? Okay, 40 points വായിച്ചു കഴിയുമ്പോൾ മെസ്സേജ് അയക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് ഇനി അടുത്ത പോർഷനിലേക്കാണ് വരുന്നത്. ഈ ഒരു ഫംഗ്ഷൻ വളരെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ, ഇതിന്റെ തൊട്ട് താഴെയാണ് വരുന്നത്. ഇതാണ് ഫങ്ഷൻസ് വരുന്നത് കേട്ടോ. നമ്മളിനി HRMന്റെ ഫങ്ഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. പാരഗ്രാഫ് ഓക്കെ നോക്കാം. ഒരു പാരഗ്രാഫ് റീഡ് ചെയ്യാണ്. We have already defined HRM. നമ്മൾ HRMനെ കുറിച്ച് നല്ല രീതിയിൽ ഡിഫൈൻ ചെയ്തു. The definition of HRM is based on what managers do.
അതിലും ബേസ് ചെയ്യുന്നത് എന്തെല്ലാമാണ് മാനേജേഴ്സ് ചെയ്യുന്നത് എന്നുള്ളതിനെയാണ് ബേസ് ചെയ്യുന്നത്. The functions performed by managers are common to all organizations. എന്തെല്ലാം ഫങ്ഷൻസ് ആണ് മാനേജേഴ്സ് ഫേസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ നോക്കുന്നത്. For the convenience of study, the function performed by human resource management can be broadly classified into two categories. നമ്മൾ മെയിൻ ആയിട്ട് രണ്ട് കാറ്റഗറീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്നത് HR ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും പേഴ്സണൽ മാനേജ്മെന്റും ആണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്തതിൽ പറയുന്നുണ്ട്. ഇനി നമ്മൾ HRMന്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. HRMന്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആ ഫങ്ഷൻസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. HRMന്റെ ഫങ്ഷൻസ് നോക്കാലോ, കുഴപ്പമില്ലല്ലോ. ഓക്കെ, ആദ്യമാണ് പ്ലാനിങ് വേണം. നമ്മള് ഒരു HRMന്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻ എന്താണ്? ഫസ്റ്റ് വൺ ഈസ് പ്ലാനിങ്. പ്രിപ്പയറിംഗ് ഫോർകാസ്റ്റ് ഓഫ് ഫ്യൂച്ചർ HR നീഡ്സ്. നമുക്ക് ഭാവിയിൽ എത്ര HR ഹ്യൂമൻ റിസോഴ്സ് നീഡ്സ് ഉണ്ടാകും എന്നുള്ളത് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യണം. In the light of an organization environment, നമ്മുടെ ഓർഗനൈസേഷനിൽ ഭാവിയിൽ എത്ര റിക്വയർമെന്റ്സ് വരുന്നുണ്ട്, ഹ്യൂമൻ റിസോഴ്സ് വേണം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ഫോർകാസ്റ്റ് ചെയ്യണം. മിഷൻ ആൻഡ് ഒബ്ജക്റ്റീവ്സ്. നമ്മുടെ മിഷൻ എന്താണ്, നമ്മുടെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, ആ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാനായിട്ട് നമ്മൾ ഏത് ടൈപ്പ് ഓഫ് സ്ട്രാറ്റജീസ് ആണ് ഫോർമുലേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഇന്റേണൽ സ്ട്രാറ്റജി ഓർഗനൈസേഷന്റെ. ഓക്കെ, 1 മിനിറ്റ് അഞ്ജു, ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറയാട്ടോ, ഞാൻ കണ്ടില്ല മെസ്സേജ്. ഓക്കെ, അപ്പോ നമ്മള് സ്ട്രാറ്റജി നമ്മൾ പറഞ്ഞ ഇന്റേണൽ സ്ട്രാറ്റജീസ് എന്തെല്ലാമാണ്, അതേപോലെ തന്നെ ഇന്റേണൽ സ്ട്രെങ്ത്. നമുക്ക് സ്ട്രെങ്ത് എന്തൊക്കെയാണ്, ഏതെല്ലാം സെഷനിലാണ് എംപ്ലോയീസ് നല്ല സ്ട്രെങ്ത് ആയിട്ടുള്ളത്, ഏത് സെഷനാണ് വീക്ക്നെസ്. എല്ലാ ഓർഗനൈസേഷനും ഉണ്ടാവും സ്ട്രെങ്ത് ആയിട്ടുള്ള സെഷൻ ഉണ്ടാവും, എനിക്ക് വീക്ക് ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ടാവും. അത് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നോട്ട് ചെയ്തതാണ്. ഇൻക്ലൂഡിങ് ഇറ്റ് സ്ട്രക്ചർ. നമ്മൾ അവരുടെ സ്ട്രക്ചർ, ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, ടോപ്പ് മാനേജ്മെന്റ്, മിഡിൽ മാനേജ്മെന്റ്, ലോവർ ലെവൽ മാനേജ്മെന്റ്, ദെൻ കൾച്ചർ, നമ്മൾ ഫോളോ ചെയ്യുന്ന ഓർഗനൈസേഷൻ ഫോളോ ചെയ്യുന്ന കൾച്ചർ, ദെൻ ടെക്നോളജി ആൻഡ് ലീഡർഷിപ്പ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഏത് ടെക്നോളജി ആണ് യൂസ് ചെയ്യുന്നത്, നമ്മള് ലേബർ ഇൻസെന്റീവ് ആയിട്ടുള്ള ടെക്നോളജി ആണോ, ക്യാപിറ്റൽ ഇൻസെന്റീവ് ആയിട്ടുള്ള ടെക്നോളജി ആണോ നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത്. ലേബർ ഇൻസെന്റീവ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് നമുക്ക് ലേബേഴ്സിന് ആവശ്യമായിട്ട് വരും. ക്യാപിറ്റൽ ഇൻസെന്റീവ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും വേണ്ട വരാം. കാരണം മെഷീൻസും കാര്യങ്ങളും നമുക്ക് ഇൻസ്റ്റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ വേണ്ടി വരും. അപ്പൊ ഏത് മെത്തേഡ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെല്ലാം നമ്മൾ ഓൾറെഡി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഓൾറെഡി എന്ത് ചെയ്യണം? പ്ലാൻ ചെയ്തിരിക്കണം. ഓക്കെ, പ്ലാനിങ്. Preparing forecast of the future HR needs in the light of the organizational environment. Okay, നമ്മുടെ ഓർഗനൈസേഷൻ എൻവയോൺമെന്റ് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? HR നീഡ്സ് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഫോർകാസ്റ്റ് ചെയ്യണം. മിഷൻ, ഒബ്ജക്റ്റീവ്, strategy, internal strategy, and internal strength and weakness, including its structure, culture, technology, and leadership. ഇത്രയും ഫാക്ടേഴ്സ് നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്. നമുക്ക് എത്ര നമ്പർ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് വേണം, ഫ്യൂച്ചറിൽ എത്ര നമ്പർ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് എത്ര നമ്പർ ഓഫ് എംപ്ലോയീസ് റിക്വയർമെന്റ്സ് ഉണ്ട് എന്ന് നമ്മൾ കണക്കാക്കണം. അതാണ് നമ്മുടെ HRMന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, പ്ലാനിങ്. ഇനിയാണ് സ്റ്റാഫിംഗ്. സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് റൈറ്റ് എംപ്ലോയീസിന് നമ്മൾ എന്ത് ചെയ്യണം? ആ റൈറ്റ് ജോബിലേക്ക് പ്ലേസ് ചെയ്യണം. നോക്കാം. ഒബ്റ്റെയിനിങ് ദ പീപ്പിൾ വിത്ത് അപ്രോപ്രിയേറ്റ് സ്കിൽ ആൻഡ് എബിലിറ്റി. നമ്മൾ ഓരോ വ്യക്തികളെയും എന്ത് ചെയ്യണം? ഒബ്റ്റെയിൻ ചെയ്യണം വിത്ത് അപ്രോപ്രിയേറ്റ് സ്കില്ലും എബിലിറ്റി, നോളജും എക്സ്പീരിയൻസും ഉള്ള വ്യക്തികളെ നമ്മൾ എന്ത് ചെയ്യണം? ഒബ്റ്റെയിൻ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട് ഒബ്റ്റെയിൻ ചെയ്യണം? നമ്മുടെ ഓർഗനൈസേഷനിലുള്ള ജോബ് വേക്കൻസീസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വ്യക്തികളെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒബ്റ്റെയിൻ ചെയ്യുന്നത്. കീ പ്രാക്ടീസ് ആർ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ്, ജോബ് അനാലിസിസ്, റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ. അപ്പൊ ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ആദ്യം നമ്മൾ ഓർഗനൈസേഷന് വേണ്ട ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ ചെയ്യണം. പിന്നെ അവർക്ക് ചെയ്യാവുന്ന ജോലികൾ നമ്മൾ അനാലിസ് ചെയ്യണം. എന്തെല്ലാം ജോലിയാണ്, ജോബ് വേക്കൻസീസ് ആണ് ഓർഗനൈസേഷനിൽ വരുന്നത്. റിക്രൂട്ട്മെന്റ് ചെയ്യണം, ഇവരെ ഇൻവൈറ്റ് ചെയ്യണം. നമ്മള്
നമ്മുടെ ഓർഗനൈസേഷനിൽ വേക്കൻസീസ് ഉണ്ടായാൽ മാത്രം പോരാ, അവരെന്ത് ചെയ്യണം, റിക്രൂട്ട് ചെയ്യണം. അറ്റ് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, അവരെ സെലക്ട് ചെയ്യണം. അതിൽ നിന്ന് ഒരുപാട് ആപ്ലിക്കേഷൻസ് നമുക്ക് അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം. ഇതാണ് സ്റ്റാഫിംഗിൽ വരുന്നത്. അപ്പൊ രണ്ടാമത്തെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഫംഗ്ഷൻ ആണ് സ്റ്റാഫിംഗ്. നമ്മുടെ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് അപ്രോപ്രിയേറ്റ് സ്കില്ല്, എബിലിറ്റി, നോളജ് ആൻഡ് എക്സ്പീരിയൻസ് ഉള്ള നമ്മളെ എംപ്ലോയീസിന് നമ്മൾ എന്ത് ചെയ്യണം, റിക്രൂട്ട് ചെയ്യണം. അതേപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ് അതിന് മെയിൻ ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട കീ പ്രാക്ടീസ് ആണ്. ഫസ്റ്റ് വൺ ഈസ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്, സെക്കൻഡ് വൺ ഈസ് ജോബ് അനാലിസിസ്, തേർഡ് റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം സ്റ്റാഫിങ്ങിന്റെ ഭാഗമായിട്ട്. അടുത്തതാണ് മൂന്നാമത്തെ ഡെവലപ്പിംഗ്. അനലൈസിംഗ് ലേണിംഗ് റിക്വയർമെന്റ്സ് ടു എൻഷുർ ദാറ്റ് എംപ്ലോയി പോസ് ദ നോളജ് ആൻഡ് സ്കിൽസ് to perform satisfactory in their jobs or advance in the organization. നമ്മൾ ഒരു എംപ്ലോയിനെ നമ്മൾ എന്ത് ചെയ്തു, റിക്രൂട്ട് ചെയ്തു, നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി എംപ്ലോയിനെ റിക്രൂട്ട് ചെയ്തു, സെലക്ട് ചെയ്തു, സ്റ്റാഫിംഗ് പ്രോസസ് അവിടെ കഴിഞ്ഞു. അവിടെ വെച്ച് സ്റ്റോപ്പ് ആവല്ല. എന്തിനാ, നമ്മൾ അവർക്ക് വേണ്ട ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് കൊടുക്കണം. നിങ്ങൾ ഇപ്പോൾ ഒരു ചാപ്റ്റർ പഠിക്കുന്നുണ്ടാവും, ഏതാണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തോ? ഓക്കെ, അപ്പൊ പ്രോപ്പർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കണം. നമുക്ക് ആ ഒരു നമുക്കറിയാവുന്ന തിയററ്റിക്കൽ നോളജ് സ്കിൽസ് ഒക്കെ കറക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഓർഗനൈസേഷനിലെ വർക്കും കാര്യങ്ങളും നമുക്കൊരു ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം. അത് തന്നെയാണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രൊവൈഡ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ലേണിംഗ് റിക്വയർമെന്റ്സ് ആ ജോബിനെ കുറിച്ചിട്ട് നമുക്ക് വ്യക്തമായ ഒരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ട്രെയിനിങ് കാര്യങ്ങളും എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം. Analyze learning requirements to ensure that the employees possess the knowledge and skill to perform satisfactory in their jobs. അവർക്ക് അസൈൻ ചെയ്ത ജോബ് കറക്റ്റ് ആയിട്ട് പെർഫോം ചെയ്യാനായിട്ട് നമുക്ക് അവർക്ക് വേണ്ട ഡെവലപ്മെന്റ് പ്രോഗ്രാംസും ട്രെയിനിങ്ങും പ്രൊവൈഡ് ചെയ്യണം. ടു അഡ്വാൻസ് ഇൻ ഓർഗനൈസേഷൻ, അത് കഴിഞ്ഞു ട്രെയിനിങ്ങും ഡെവലപ്മെന്റും കൊടുത്തു, അവർ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ദെൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് പെർഫോമൻസ് അപ്രൈസൽ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുമ്പോൾ പെർഫോമൻസ് ഇവാലുവേഷൻ ആണ്. പെർഫോമൻസ് അപ്രൈസൽ ക്യാൻ ബി ഐഡന്റിഫൈ ദ എംപ്ലോയി, കീ സ്കിൽസ് ആൻഡ് കോമ്പിറ്റൻസി. അപ്പോ പെർഫോമൻസ് അപ്രൈസലിലൂടെ എംപ്ലോയീസിന്റെ കീ സ്കിൽസ് ഓഫ് കോമ്പിറ്റൻസി, അവരുടെ ആ കഴിവും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഐഡന്റിഫൈ ചെയ്യാണ്. നമുക്ക് അവർക്ക് നല്ല ടാസ്ക്, നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ടാസ്ക് കാര്യങ്ങളൊക്കെ അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് എന്ത് കൊടുക്കുന്നു, കീ സ്കിൽസ് ട്രെയിനിങ് കൊടുക്കുകയാണ്. ദെൻ മോണിറ്ററിംഗ് ആണ്. മോണിറ്ററിംഗിൽ വരുന്നത് ഡിസൈനിങ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് റിവാർഡ് സിസ്റ്റം. നമ്മൾ എംപ്ലോയീസിന് പ്ലാൻ ചെയ്തു, ഹ്യൂമൻ റിസോഴ്സ് എത്ര വേണം എന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്തു. അവിടെ നമ്മൾ എന്ത് ചെയ്തു, സ്റ്റാഫിംഗ് ചെയ്തു. പിന്നെ നമുക്ക് വേണ്ട ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രൊവൈഡ് ചെയ്തു. പിന്നെ അവരെ നമ്മൾ മോണിറ്റർ ചെയ്യണം. നല്ല രീതിയിൽ നമ്മൾ എന്ത് കൊടുക്കണം, മോണിറ്ററിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ആണ് കേട്ടോ, ഒരുമിച്ചാണ് വരുന്നത്. മോണിറ്ററിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ഞാൻ പറഞ്ഞല്ലോ. ഇത് ഈ ഒരു പോയിന്റ് ഇല്ലേ, ഈ ഒരു പോയിന്റ് മോണിറ്ററിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ആണ് പോയിന്റ് വരുന്നത്. അപ്പൊ മോണിറ്ററിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഡിസൈൻ അഡ്മിനിസ്ട്രേഷൻ ഓഫ് റിവാർഡ് സിസ്റ്റം. നമ്മൾ എന്ത് ചെയ്യണം, റിവാർഡ് സിസ്റ്റം നമ്മുടെ എംപ്ലോയീസിന് കൊടുക്കേണ്ട റിവാർഡും കാര്യങ്ങളൊക്കെ, സാലറി വിളിച്ചും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കൊടുക്കണ്ടേ, എന്നാൽ മാത്രമാണ് അവർ നമ്മുടെ സ്ഥാപനത്തിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യും. സോ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അവർക്ക് നല്ല രീതിയിലുള്ള റിവാർഡ്സ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യണം. HR പ്രാക്ടീസ് ഇൻക്ലൂഡ് ജോബ് ഇവാലുവേഷൻ, പെർഫോമൻസ് അപ്രൈസൽ ആൻഡ് പേ ആൻഡ് ബെനിഫിറ്റ്സ്. നമ്മൾ ഈ HR-ന്റെ മെയിനായിട്ടുള്ള പ്രാക്ടീസ് തന്നെയാണ്. ഓരോ വ്യക്തിയും ചെയ്യുന്ന ജോബ് നമ്മൾ ജോബ് ഇവാലുവേഷൻ ആൻഡ് പെർഫോമൻസ് അപ്രൈസൽ സെയിം മീനിങ് വരുന്നത്. അതിനനുസരിച്ച് നമ്മൾ പേ ആൻഡ് ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് ബെറ്റർ ആയിട്ടുള്ള പേ, അതേപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ള വേജ്, ബെനിഫിറ്റ്സ് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൊവൈഡ് ചെയ്യുന്നു. ഇതാണ് മോണിറ്ററിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് വരുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ വരുന്നത് റിപ്പീറ്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ വായിക്കാനത് കേട്ടോ. പിന്നെയും അതന്നെ റിപ്പീറ്റ് വരാൻ മോണിറ്ററിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് കഴിഞ്ഞിട്ട് മാനേജിങ് റിലേഷൻഷിപ്പ് ആണ്.
HRMന്റെ അടുത്തൊരു ഫംഗ്ഷൻ, നെക്സ്റ്റ് ഫംഗ്ഷൻ ആണ് എന്ത്, നമ്മളെ റിലേഷൻഷിപ്പ് എംപ്ലോയീസ് ആയിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് എന്ത് ചെയ്യുക, മാനേജ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. മാനേജിങ് റിലേഷൻഷിപ്പ് encompasses a large range of employees involvement and participation schemes in non-union or union workplace. നമുക്കറിയാം വലിയ ഫാക്ടറിയിലൊക്കെ യൂണിയൻസ് ഉണ്ടാവും, എംപ്ലോയീസ് അസോസിയേഷൻസ് കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ നമ്മള് അവർ നല്ല രീതിയിൽ ഇൻവോൾവ് ചെയ്യണം, അവരെ കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. എന്ത് കാര്യത്തില് എംപ്ലോയീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് കാര്യങ്ങളിൽ അവരെ കൂടി എന്ത് ചെയ്യണം, ഇൻവോൾവ് ചെയ്യണം. ഇൻ എ യൂണിയൻ എൻവയോൺമെന്റ് that include negotiating contract, administrating the collective agreements. അപ്പോൾ നമ്മളൊരു കോൺട്രാക്ട് കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് യൂണിയന്റെ കൂടി പാർട്ടിസിപ്പേഷൻ, കളക്റ്റീവ് ആയിട്ടൊരു എഗ്രിമെന്റും കാര്യങ്ങളും നമ്മൾ ഫോം ചെയ്യാൻ ശ്രമിക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂണിയനെ കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡിസിഷൻ മേക്കിംഗ് കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യണം. ബട്ട് പെർഫോമൻസ് അപ്രൈസൽ മീൻസ് പെർഫോമൻസ് ഇവാലുവേഷൻ തന്നെയാണ് കേട്ടോ. നമ്മൾ ഓരോ എംപ്ലോയീസും വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, അവരെ ഇവാലുവേറ്റ് ചെയ്തു. Then evaluating ആണ് വരുന്നത്. Designing the procedure and process that measure, evaluate and communicate the value-added components of HR practice and entire HR system to the organization. നമ്മൾ ലാസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന പ്രൊസീജിയേഴ്സും പ്രോസസ്സും കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യണം, അവർ ഇവാലുവേറ്റ് ചെയ്യണം. അതേപോലെ നമ്മൾ വാല്യൂ ആഡഡ് കമ്പോണൻസ് കാര്യങ്ങള്, HR പ്രാക്ടീസ്, അതേപോലെ HR സിസ്റ്റം ഫുൾ ആയിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. നമ്മൾ പ്ലാൻ ചെയ്തതനുസരിച്ചിട്ടാണോ നമ്മുടെ ഓർഗനൈസേഷൻ ഓരോ ഒബ്ജക്റ്റീവ്സും അച്ചീവ് ചെയ്യുന്നത്, ഓരോ എംപ്ലോയീസിനും നമ്മൾ അസൈൻ ചെയ്ത ഡ്യൂട്ടീസ് അവർ പെർഫെക്റ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ പറഞ്ഞത് മോണിറ്ററിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് മുതലാണ് ഡൗട്ട് പറഞ്ഞത് അല്ലെ. നമുക്ക് അവിടെ മുതൽ നോക്കാം. മോണിറ്ററിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് എന്ന് പറയുന്നത് ഒറ്റ പോയിന്റ് ആണ്. അതിൽ പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ ഓഫ് റിവാർഡ് സിസ്റ്റം ആണ്. നമ്മുടെ എംപ്ലോയീസിന് റിവാർഡ്സും കാര്യങ്ങളും അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് മോണിറ്ററിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് പറയുന്നത്. HR പ്രാക്ടീസ് ഇൻക്ലൂഡ് മെയിൻ ആയിട്ട് നമ്മൾ റിവാർഡ്സും കാര്യങ്ങളും കൊടുക്കുന്നത് രണ്ട് കാര്യങ്ങളുടെ ബേസിലാണ്. ജോബ് ഇവാലുവേഷൻ ആൻഡ് പെർഫോമൻസ് അപ്രൈസൽ. പെർഫോമൻസ് അപ്രൈസൽ ഒരു വ്യക്തിയുടെ ജോബ് ഇവാലുവേറ്റ് ചെയ്ത് ആ ഒരു വ്യക്തി ആ ഒരു ജോബ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് എങ്ങനെയാണ് എന്നുള്ളത് കൂടി നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിലയിരുത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പേയും ബെനിഫിറ്റ്സും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നല്ല രീതിയിൽ ജോബൊക്കെ ചെയ്യുന്നുണ്ട്, നമ്മളിപ്പോ ഒരു സ്റ്റാൻഡേർഡ് 100 യൂണിറ്റ് ആണെങ്കിൽ അദ്ദേഹം 110 പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ബെറ്റർ ആയിട്ടുള്ള പേ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. നല്ല രീതിയിൽ പേ സ്കെയിൽ കാര്യങ്ങളൊക്കെ നമ്മൾ ഇംപ്രൂവ് ചെയ്ത് കൊടുക്കും. എക്സ്ട്രാ ബെനിഫിറ്റ്സ്, ബോണസ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു വ്യക്തിക്ക് പ്രൊവൈഡ് ചെയ്യും. Then managing relationship-ല് എംപ്ലോയീസിനെ നമ്മള് യൂണിയൻ ഉള്ള ഓർഗനൈസേഷൻസ് ഉണ്ടാവും, നോൺ യൂണിയൻ ഓർഗനൈസേഷൻ ഉണ്ടാവും. അപ്പൊ ഈ എംപ്ലോയീസിനെയും കൂടി നമ്മൾ എന്ത് ചെയ്യും, ഇൻവോൾവ് ചെയ്യും. ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ ഇവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു കോൺട്രാക്റ്റോ ഒരു എഗ്രിമെന്റോ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത്. അപ്പൊ എംപ്ലോയീസിന്റെ റെപ്രസെന്റേറ്റീവ് യൂണിയൻ ഉള്ള ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ എംപ്ലോയീസ് റെപ്രസെന്റേറ്റീവ്സ് മേ ബി യൂണിയൻ ലീഡേഴ്സ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഡിസിഷൻ മേക്കിങ്ങിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പൊ എംപ്ലോയീസിന്റേതായ ഒരു റെപ്രസെന്റേറ്റീവ് കൂടി ആ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ ഉണ്ടാവും. ഇനി പിന്നീട് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ എൻറ്റയർ പ്രോസസ്സ് എന്ത് ചെയ്യും, ഇവാലുവേറ്റ് ചെയ്യും. നമ്മുടെ ഓർഗനൈസേഷൻ പ്ലാനിങ് മുതൽ മാനേജിംഗ് റിലേഷൻഷിപ്പ് വരെ വീണ്ടും എന്ത് ചെയ്യും, ഇവാലുവേറ്റ് ചെയ്യും. നമ്മൾ എടുത്ത ഡിസിഷൻസ്, നമ്മൾ എടുത്ത പ്രോസസ് കാര്യങ്ങൾ മെഷർ ചെയ്യും, അത് ഇവാലുവേറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ അവർ ഫോളോ ചെയ്ത HR പ്രാക്ടീസ് കറക്റ്റ് ആണോ, അതുവഴി ഓർഗനൈസേഷന് ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റിയോ എന്നുള്ള കാര്യങ്ങൾ അവർ എന്ത് ചെയ്യും, ഇവാലുവേറ്റ് ചെയ്യും. ഇത്രയുമാണ് HRന്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് പറയുന്നത്. ഓക്കെ, ഇനി ഡൗട്ട് ചോദിച്ചത് ഒന്ന് പറയാം. വാട്ട് ഈസ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് ഇവാലുവേഷൻ തന്നെയാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. അപ്രൈസൽ എന്ന് ഉദ്ദേശിക്കുന്നത് വിലയിരുത്തലാണ്. എന്ന് വെച്ചാൽ ആ ഒരു വ്യക്തി ആ ഒരു ജോബ് ചെയ്തത് എങ്ങനെയാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, വിലയിരുത്തുന്നു. ഓക്കെ,
ഓക്കെ, എല്ലാവരും ഒന്ന് റീഡ് ചെയ്ത് നോക്കൂ. ഫങ്ഷൻസ് ഓഫ് HRM ഒന്നും കൂടി ഒന്ന് റീഡ് ചെയ്ത് നോക്കിയിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ബാക്കിയുള്ളവർക്ക് മനസ്സിലായോ? ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാലോ. ക്ലിയർ അല്ലേ? ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാണ്. നമ്മള് ഇതിലിപ്പോ വരുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ മാനേജ്മെന്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ്. പണ്ട് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനെ പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് വെച്ചാല് ഒരു വ്യക്തിയെ പേഴ്സൺസിനെ മാനേജ് ചെയ്യുന്നത് കൊണ്ട് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് നമ്മളിത് ചിന്തിക്കുകയാണെങ്കിൽ പണ്ടത്തെ പേഴ്സണൽ മാനേജ്മെന്റിൽ നിന്നും ഒത്തിരി വ്യത്യാസം എന്തിനുണ്ട്? ഇന്ന് നമ്മൾ കാണുന്ന ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന് ഉണ്ട്. നിങ്ങൾ ഈ ഒരു പേര് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് കേസ് തുടങ്ങിയിട്ട് എത്ര കാലമായി? HR ഡിപ്പാർട്ട്മെന്റ്, ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? HR ഡിപ്പാർട്ട്മെന്റ്. പിന്നെ എവിടെയാണ്? വലിയ IT കമ്പനീസിലൊക്കെ കേട്ടിട്ടുണ്ടാവും. 3 years. ഓക്കെ, അപ്പോ നമ്മൾ അധികം കാലമായിട്ടില്ല അല്ലെ HRM കേട്ടു തുടങ്ങുന്നത്. അതിന് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്ന ഒരു പേര് പറയുന്നത് പേഴ്സണൽ മാനേജ്മെന്റ് എന്നാണ് പറയുന്നത്. HRM നമ്മൾ മുമ്പ് പറയുന്നത് പേഴ്സണൽ മാനേജ്മെന്റ് എന്നാണ്. നമുക്ക് പേഴ്സണൽ മാനേജ്മെന്റ് എന്താണ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. ആദ്യം വരുന്നത് രണ്ടിന്റെയും മീനിങ് ആണ് പറയുന്നത്. അത് കഴിഞ്ഞ ഡെഫിനിഷൻ പറയുന്നുണ്ട്, ഇവരുടെ ഡിഫറൻസ് പറയുന്നുണ്ട്. പേഴ്സണൽ മാനേജ്മെന്റിന്റെ മീനിങ് പറയുന്നുണ്ട്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ മീനിങ് പറയുന്നുണ്ട്, ഡെഫിനിഷൻ, പേഴ്സണൽ മാനേജ്മെന്റ് ഡെഫിനിഷൻ ആൻഡ് പേഴ്സണൽ മാനേജ്മെന്റ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് തമ്മിലുള്ള ഡിഫറൻസ്. ഇത്രയുമാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്. ഡിഫറൻസ് ബിറ്റ്വീൻ പേഴ്സണൽ മാനേജ്മെന്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് നമ്മൾ നോക്കുന്നത്. The main difference between the personal management and human resource management lies in their scope and orientation. ഇവരുടെ സ്കോപ്പിലും ഓറിയന്റേഷനിലാണ് ആ ഒരു വ്യത്യാസം വരുന്നത്. By the scope of personal management എങ്ങനെയാണ്? ലിമിറ്റഡ് ആണ്. അതൊരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള അപ്രോച്ച് ആണ്. അവിടെയുള്ള വ്യക്തികളെ മാത്രം മാനേജ് ചെയ്യുക. The workers are viewed as tools. നമ്മൾ പേഴ്സണൽ മാനേജ്മെന്റിൽ വർക്കേഴ്സിനെ കാണുന്നത് നമ്മളുടെ എന്താ പറയാ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ടൂൾസ് ആയിട്ടാണ് എന്തിൽ കാണുന്നത്? പേഴ്സണൽ മാനേജ്മെന്റിൽ വർക്കേഴ്സിനെ കാണുന്നത് നമ്മളുടെ ആക്ടിവിറ്റീസും കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു ടൂൾ ആയിട്ട് മാത്രം, ഒരു മെഷീൻ ഒക്കെ പോലെ തന്നെ ഒരു ടൂൾ ആയിട്ടാണ് ആര് കാണുന്നത്? പേഴ്സണൽ മാനേജ്മെന്റിൽ കാണുന്നത്. ഹിയർ ദ ബിഹേവിയർ ഓഫ് ദ വർക്കേഴ്സ് ക്യാൻ ബി manipulated as per the core competency of the organization and are replaced when they are gone out. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അവർ വർക്ക് ചെയ്യാനായിട്ട് അവർക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ അവർ ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ അപ്പൊ തന്നെ എന്ത് ചെയ്യും? ആ എംപ്ലോയിനെ റീപ്ലേസ് ചെയ്യും, മറ്റൊരാളെ വർക്ക് ചെയ്യും.
അങ്ങനെ ഒരു സ്വഭാവമാണ്, അങ്ങനെ ഒരു ക്യാരക്ടറാണ് ഇവിടെ വരുന്നത്, പേഴ്സണൽ മാനേജ്മെന്റ് വരുന്നത്. ഇപ്പൊ നിങ്ങളോട് പറയാണ് ഒരു 10,000 രൂപയിൽ നിങ്ങളോട് ജോലി ചെയ്യാനായിട്ട് പറയാണ്. അപ്പൊ ആ ജോലി 10,000 പറ്റില്ല, എനിക്കൊരു 15,000 വേണം എന്ന് നിങ്ങൾ ഡിമാൻഡ് ചെയ്താൽ പേഴ്സണൽ മാനേജ്മെന്റിന്റെ കേസിലാണെങ്കിൽ നിങ്ങൾ റീപ്ലേസ് ചെയ്ത് ആ 10,000 ജോലി ചെയ്യാൻ താല്പര്യമുള്ള എംപ്ലോയീസ് ഉണ്ടാവും, അവിടെ നമ്മൾ എന്ത് ചെയ്യും, പ്ലേസ് ചെയ്യും. അപ്പൊ വർക്കേഴ്സിന് വലിയ റോളൊന്നുമില്ല, വർക്കേഴ്സിന് ജസ്റ്റ് ടൂൾസ് ആയിട്ട് മാത്രമാണ് ഇവിടെ കാണുന്നത്, പേഴ്സണൽ മാനേജ്മെന്റിൽ കാണുന്നത്. ഇനി അതർ ഹാൻഡ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനാണെങ്കിൽ ഒരു വൈഡർ ആയിട്ടുള്ള സ്കോപ്പ് ഉണ്ട്. നമ്മൾ വിചാരിക്കും ഒരു എന്താ പറയാ ഒരു ലിമിറ്റഡ് സ്കോപ്പ് അല്ല, ഒരു വൈഡർ ആയിട്ടുള്ള സ്കോപ്പ് എന്തിനുണ്ട്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന് ഉണ്ട്. കുറച്ച് വൈഡർ ആണ് ഇതിന്റെ സ്കോപ്പ്. നമ്മുടെ ഓർഗനൈസേഷന്റെ അസറ്റ് ആയിട്ടാണ് എംപ്ലോയീസിനെ നമ്മൾ കാണുന്നത്. നമ്മുടെ ഓർഗനൈസേഷന്റെ അസറ്റ്സ് ആയിട്ടാണ് നമ്മുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഈച്ച് ആൻഡ് എവറി എംപ്ലോയീസിനെ നമ്മൾ കാണുന്നത്. എന്നുവെച്ചാല് നമ്മുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് നമ്മൾ കൂടുതൽ വാല്യൂ ചെയ്യുന്നുണ്ട്, അവർ നമ്മുടെ അസറ്റ് ആണ്. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള അസറ്റ് ആണ് ഇത് ഹ്യൂമൻ റിസോഴ്സ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മളെ വ്യക്തികൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് അസറ്റ് ഏതാണ്, വ്യക്തികളാണ്. അപ്പൊ നമ്മുടെ എംപ്ലോയീസിനെ അസറ്റ്സ് ആയിട്ട്, നമ്മളുടെ സ്വത്തായിട്ട് കാണുന്നത്. അസറ്റ്സ് അറിയാമല്ലോ നിങ്ങൾക്ക്. അപ്പൊ നമ്മുടെ ഓർഗനൈസേഷന്റെ സമ്പത്തായിട്ടാണ് എംപ്ലോയീസിനെ ഓർഗനൈസേഷൻ കാണുന്നത്. ഏത് പോയിന്റ് ഓഫ് വ്യൂയിലൂടെ നോക്കുമ്പോൾ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെ നോക്കുമ്പോൾ. It promotes mutually in terms of goal, responsibility and rewards, etc. അപ്പോ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ നമ്മുടെ ഗോൾസിനെ കുറിച്ച് പറയുന്നത്, ഓരോ എംപ്ലോയീസിന്റെ റെസ്പോൺസിബിലിറ്റി ഡീൽ ചെയ്യുന്നുണ്ട്, റിവാർഡ്സ്, അത് വർക്ക് ചെയ്യുന്നതിന് അവർക്ക് കൊടുക്കുന്ന റിവാർഡ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. That will helps in enhancing the economic performance and high level of human resource development. അപ്പോ ഇതില് അവരുടെ എക്കണോമിക് പെർഫോമൻസും അതേപോലെ നമ്മൾ ഒരു സ്ഥാപനത്തിൽ നമ്മൾ നല്ല രീതിയിൽ വെൽക്കം ചെയ്യാണ്, നമുക്ക് നമ്മൾ നല്ല രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാണ്, നമുക്ക് വേണ്ട റിവാർഡ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് എങ്ങനെയായിരിക്കും, ഹൈ ലെവൽ ആയിരിക്കും. നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നമ്മുടെ വർക്കേഴ്സിന് നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അതുവഴി ഹൈ ലെവൽ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനെ അകത്ത് എന്ത് ചെയ്യാൻ പറ്റും, അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ പറഞ്ഞത് രണ്ട് മാനേജ്മെന്റിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. പണ്ട് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആയിരുന്നില്ല എന്തായിരുന്നത്, പണ്ട് എന്തായിരുന്നു, പേഴ്സണൽ മാനേജ്മെന്റ് ആയിരുന്നു. പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഫോക്കസ് ഓൺ എഫിഷ്യന്റ് മാനേജ്മെന്റ് ഓഫ് എംപ്ലോയി. നമ്മുടെ ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസിനെ മാക്സിമം എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക, അവരെ കൊണ്ട് മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, എഫക്റ്റീവ്ലി യൂട്ടിലൈസേഷൻ. പിന്നെ നമ്മൾ ഇതിൽ വരുമ്പോൾ മെയിൻലി എന്താ പറയാ, ഫീലിംഗ്സ് ഓഫ് എംപ്ലോയി, എന്താ പറയാ, മാനേജ് ഡെയിലി എംപ്ലോയി നീഡ്സ്. എംപ്ലോയീസിന്റെ ഡേ ടു ഡേ നീഡ്സും കാര്യങ്ങളും മാത്രമാണ് ഇവിടെ മാനേജ് ചെയ്തിരുന്നത്, പേഴ്സണൽ മാനേജ്മെന്റ് ചെയ്തിരുന്നത്. പിന്നെ ലിമിറ്റഡ് സ്കോപ്പ് ആണെന്ന് പറഞ്ഞു, കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള സ്കോപ്പാണ്. പിന്നെ നമ്മള് HRMലേക്ക് വരുമ്പോൾ കുറച്ച് വൈഡർ ആയിട്ടുള്ള സ്കോപ്പാണ്. നമ്മുടെ ഓർഗനൈസേഷനിലെ എംപ്ലോയീസിനെ അസറ്റ്സ് ആയിട്ട്, നമ്മുടെ ഓർഗനൈസേഷന്റെ സമ്പത്ത് അല്ലെങ്കിൽ എന്താ പറയാ അസറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഫോക്കസ് ഓൺ ഡെവലപ്പിംഗ് എംപ്ലോയീസ് സ്കില്ല്. അപ്പോ എംപ്ലോയീസിന്റെ സ്കില്ല് കൂട്ടാനും എംപ്ലോയീസിന്റെ കരിയർ പ്ലാൻ കാര്യങ്ങളിലൊക്കെ ഫോക്കസ് ചെയ്യുന്ന ഒരു മാനേജ്മെന്റ് ആണ് ഇത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് പേഴ്സണൽ മാനേജ്മെന്റിന്റെ ഡെഫിനേഷൻ ആണ്. നോക്കാം കേട്ടോ. Personal management is a part of management that deals with the recruitment, hiring, staffing, development, compensation of the workforce, and relation with the organization to achieve the organization objectives. അപ്പോൾ നമ്മുടെ ഓർഗനൈസേഷന് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ ഈ പറയുന്ന ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് രണ്ട് കാറ്റഗറീസ് ഓഫ് ഫങ്ഷൻസ് ആണ് ഏത് മാനേജ്മെന്റ് പെർഫോം ചെയ്യുന്നത്, പേഴ്സണൽ മാനേജ്മെന്റ് പെർഫോം ചെയ്യുന്നത്. അതിൽ പ്രൈമറി ഫങ്ഷൻസ് ഓഫ് പേഴ്സണൽ മാനേജ്മെന്റ് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഓപ്പറേറ്റീവ് ഫങ്ഷൻ, നമ്മുടെ ഓർഗനൈസേഷൻ നല്ല രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഫോളോ ചെയ്യുന്നത്. മാനേജീരിയൽ ഫങ്ഷൻസ്, നമ്മൾ നേരത്തെ നോക്കിയ പ്ലാനിങ്, ഓർഗനൈസിംഗ് കാര്യങ്ങളൊക്കെ വരുന്ന മാനേജീരിയൽ ഫങ്ഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പേഴ്സണൽ മാനേജ്മെന്റ്
പെർഫോം ചെയ്യുന്നത്. നോക്കാം. Operative functional, the activity that are concerned with the procurement. Procurement സ്റ്റഡിയിൽ എംപ്ലോയീസിനെ പ്രൊക്യൂർ ചെയ്യുക, നമുക്ക് വേണ്ട എംപ്ലോയീസിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഡെവലപ്മെന്റ്, അവർക്ക് ആ ജോലി ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ആ ഒരു ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പൊ അവർ ചെയ്യേണ്ട ജോലിക്ക് വേണ്ട മാത്രം ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നു. അവർ ചെയ്യുന്ന ജോലിക്ക് കോമ്പൻസേഷൻ പേ ചെയ്യുന്നു. ജോബ് വാല്യുവേഷൻ നോക്കുന്നു, ജോബ് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ വാല്യുവേറ്റ് ചെയ്യുന്നു. എംപ്ലോയീസ് വെൽഫെയർ, അവർക്ക് വേണ്ട രീതിയിൽ എംപ്ലോയീസിന് വെൽഫെയർ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. യൂട്ടിലൈസേഷൻ, അവരെ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നു, യൂട്ടിലൈസ് ചെയ്യുന്നു. മാക്സിമം ആ എംപ്ലോയീസിനെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നു, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നു. ഇപ്പൊ നമ്മളൊരു 20K 20,000 രൂപ നമ്മൾ അവർക്ക് പേയ്മെന്റ് വേജ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 40,000 രൂപ കൊടുത്ത് ചെയ്യേണ്ട ഒരാള് ചെയ്യേണ്ട വർക്ക് നമ്മൾ അവരെ കൊണ്ട് ചെയ്യിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു 20,000 രൂപ പേയ്മെന്റ് കൊടുക്കുന്നത്. സോ മാക്സിമം യൂട്ടിലൈസേഷൻ. നമ്മളിവിടെ പേഴ്സണൽ മാനേജ്മെന്റിലേക്ക് വരുമ്പോൾ മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് ആണ്. ഹ്യൂമൻ റിസോഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നു. മെയിൻറ്റെനൻസ് ആണ്, ഇത് നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, മെയിൻറ്റെയിൻ ചെയ്യുന്നു. കളക്റ്റീവ് ബാർഗെയിനിങ്, ഈ കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ വിലപേശലാണ്. ഈ കളക്റ്റീവ് ബാർഗെയിനിങ്ങിന്റെ മീനിങ് വെച്ചിട്ടുണ്ടെങ്കിൽ വിലപേശലാണ്. നമ്മൾ എംപ്ലോയീസിനോട് വിലപേശും, നിങ്ങൾ ഈ ഒരു എമൗണ്ടില് ജോലി ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് വിലപേശും. ചില ഒരാള് ഒരു എക്സാമ്പിൾ പറയാണ്, ഒരാളോട് നമ്മൾ പറഞ്ഞു 15,000 സാലറിയിൽ എനിക്ക് ഈ ഒരു ജോബ് എന്ത് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു 20,000 വേണം. അപ്പൊ നമ്മൾ പറഞ്ഞു 15,500. ഞാൻ ഓർഗനൈസേഷൻ ആണ്, വ്യക്തി പറയുന്നത് ഓക്കെ 19,000 വർക്ക് ചെയ്യാം. അപ്പൊ അവർ പറഞ്ഞു 15,750. അങ്ങനെയാണെങ്കിൽ 18,500 വർക്ക് ചെയ്യാന്ന് എംപ്ലോയി പറഞ്ഞു. പിന്നെ നമ്മൾ പറയും ഓക്കെ അങ്ങനെയാണെങ്കിൽ 60,000 റുപ്പീസിലാണെങ്കിൽ ഈ ജോബ് ചെയ്യാൻ നിങ്ങളെ ഞാൻ സെലക്ട് ചെയ്യാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരാളെ സെലക്ട് ചെയ്യും എന്ന് പറയും. അപ്പൊ നമ്മൾ എന്താണ് ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ കേരളം പോലൊരു സംസ്ഥാനത്താണെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്താണ് കൂടുതലാണ്. അപ്പൊ എംപ്ലോയീസ് ജോബ് കുറവാണ്, എംപ്ലോയീസിന്റെ എണ്ണം കൂടുതലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, കമ്പൽസറി നമ്മൾ ആ ഒരു 16,000 റുപ്പീസിൽ വർക്ക് ചെയ്യാനായിട്ട് എന്ത് ചെയ്യും, കമ്പലാവും. നമുക്ക് ആ ഒരു 16,000 കിട്ടിയാലും കുഴപ്പമില്ല, വർക്ക് ചെയ്യാം എന്നുള്ളൊരു ഇതിലേക്ക് നമ്മൾ വരും. ഇതാണ് എന്ത് കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത്. വിലപേശലാണ്. ഇതിനെ കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി വരുന്ന ചാപ്റ്റേഴ്സിൽ പഠിക്കുന്നുണ്ട്. ഓരോ പോയിന്റ്സും ഡീറ്റെയിൽഡ് ആയിട്ട് നന്നായിട്ട് പഠിക്കും. ഓക്കെ, ഇനി മാനേജീരിയൽ ഫംഗ്ഷൻ ഉണ്ട്. പേഴ്സണൽ മാനേജ്മെന്റ് ഫോളോ ചെയ്യുന്ന മാനേജീരിയൽ ഫംഗ്ഷൻ ഉണ്ട്. പ്ലാനിങ് വരും, പ്ലാൻ ചെയ്യും എത്ര ഹ്യൂമൻ റിസോഴ്സ് വേണം, അവർക്ക് വേണ്ട ഓർഗനൈസിങ് അറേഞ്ച്മെന്റ്സും കാര്യങ്ങളും വരും. ഡയറക്റ്റ് എന്ന് പറഞ്ഞാല് ഓരോ എംപ്ലോയീസിനും നമ്മൾ ഡയറക്ഷൻ കൊടുക്കണം, ഇന്ന എംപ്ലോയി ഇന്ന വർക്ക് ചെയ്യണം എന്നുള്ള ഡയറക്ഷൻ കൊടുക്കുന്നു. മോട്ടിവേഷൻ, അവർ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുന്നു. കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ, മെയിൻ ആയിട്ട് കൺട്രോൾ ചെയ്യും, നല്ല രീതിയിൽ അവരെ നമ്മൾ കൺട്രോൾ ചെയ്യും. പിന്നെ ഈ ഫങ്ഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഏകോപിപ്പിച്ചുകൊണ്ട് നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അവരെ നല്ല രീതിയിൽ ഒത്തൊരുമയോടുകൂടി ഏകോപിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും. ആർ ദ ബേസിക് മാനേജറിയൽ ആക്ടിവിറ്റി പെർഫോംഡ് ബൈ പേഴ്സണൽ മാനേജ്മെന്റ്. ഇതെല്ലാമാണ് ബേസിക് ആയിട്ടുള്ള മാനേജറിയൽ ആക്ടിവിറ്റി. പേഴ്സണൽ മാനേജ്മെന്റ് ഫേസ് ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള മാനേജ്മെന്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇവിടെ എംപ്ലോയീസിന് എന്താണ് ഒരു ടൂൾ ആയിട്ടാണ് കാണുന്നത്. പേഴ്സണൽ മാനേജ്മെന്റിൽ എംപ്ലോയീസിനെ ജസ്റ്റ് ടൂൾ ആയിട്ടാണ് കാണുന്നത്. നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ടൂൾ മാത്രമായിട്ടാണ് ആരെ കാണുന്നത്, പേഴ്സണൽ മാനേജ്മെന്റിലെ എംപ്ലോയീസിനെ കാണുന്നത്. അപ്പോ ഇവിടെ അവർ മാക്സിമം യൂട്ടിലൈസേഷൻ ആണ് പേഴ്സണൽ മാനേജ്മെന്റ് ചെയ്യുന്നത്. മാക്സിമം അവരെ യൂട്ടിലൈസ് ചെയ്യുക, മിനിമം വേജ് കൊടുക്കുക. ആ മിനിമം വേജിന്റെ അതുകൊണ്ടാണ് മെയിൻ്റെനൻസ് ആൻഡ് കളക്റ്റീവ് ബാർഗെയിനിങ് പറയുന്നത്. ആ ഒരു വേജിൽ അവരെ കൊണ്ട് നമ്മൾ നിർബന്ധിച്ച് അവർ വർക്ക് ചെയ്യിപ്പിക്കും. പേഴ്സണൽ മാനേജ്മെന്റിൽ പണ്ട് ഉണ്ടായിരുന്നത് അങ്ങനെയാണ്. The management has suppressed by human resource management as the development of the technology has taken place and humans are replaced by machines. അപ്പോ ഇന്ന് പറയുന്നത് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഹ്യൂമൻ റിസോഴ്സ് നമുക്ക് പണ്ടത്തെ അത്രയും എന്തില്ല. പേഴ്സണൽ മാനേജ്മെന്റിന്റെ സമയത്ത് നമ്മൾ കൂടുതലായിട്ട് ഒരുപാട് വ്യക്തികൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്, മാനേജ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് അങ്ങനെ നമുക്ക് മാനേജ് ചെയ്യേണ്ടതായിട്ടില്ല. അവര് എന്താണ് ഹ്യൂമൻ റിസോഴ്സ് റീപ്ലേസ് ചെയ്തിട്ട്
ഇപ്പോ ഞാൻ പറയാം, പേഴ്സണൽ മാനേജ്മെന്റിന്റെ കേസാണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ആ ഒരു എമൗണ്ടിൽ വർക്ക് ചെയ്യാനായിട്ട് എംപ്ലോയീസ് തയ്യാറല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? അവിടെ ഹ്യൂമൻ റിസോഴ്സിനെ റീപ്ലേസ് ചെയ്ത് എന്ത് ഇൻസ്റ്റാൾ ചെയ്യും? വലിയ മെഷീൻസ് കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യും. അതുവഴി നമ്മളുടെ ജോബ്, എംപ്ലോയീസിന്റെ ജോബ് അവിടെ നഷ്ടപ്പെട്ടു പോവാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് എന്തിന്റെ ഡെഫിനേഷൻ ആണ്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനെ കുറിച്ചിട്ടാണ് ട്ടോ. Human resource management is that specialized organized branch of management which is concerned with നമ്മള് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബ്രാഞ്ച് ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ജസ്റ്റ് ഹ്യൂമൻസിനെ മാനേജ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, അവരുടെ അക്വിസിഷൻ, മെയിൻ്റെനൻസ്, ഡെവലപ്മെന്റ്, യൂട്ടിലൈസേഷൻ, കോർഡിനേഷൻ ഓഫ് ദ പീപ്പിൾസ് ആൻഡ് വർക്ക് ഇൻ സച്ച് മാനർ ദാറ്റ് വിൽ ബി ദ ബെസ്റ്റ് ടു ദ എന്റർപ്രൈസ്. എന്നുവെച്ചാൽ നമ്മൾ നമ്മുടെ എംപ്ലോയീസിനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്താൽ മാത്രമാണ് എംപ്ലോയീസ് അവരുടെ ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് നമ്മുടെ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് തരുള്ളൂ. ഇറ്റ് റെഫേഴ്സ് ടു എ സിസ്റ്റമാറ്റിക് ഫങ്ഷൻ ഓഫ് പ്ലാനിംഗ് ഫോർ ദ ഹ്യൂമൻ റിസോഴ്സ് നീഡ്സ്. ഇതൊരു സിസ്റ്റമാറ്റിക് ഫങ്ഷൻ ആണ്. ഇത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് ഫങ്ഷൻ ആണ്. നമുക്ക് വേണ്ട ഹ്യൂമൻ റിസോഴ്സ് നീഡ്സ്, അതേപോലെ അവരുടെ ഡിമാൻഡ്സ്, സെലക്ഷൻ, ട്രെയിനിങ്, കോമ്പൻസേഷൻ ആൻഡ് പെർഫോമൻസ് അപ്രൈസൽ ടു മീറ്റ് ദോസ് റിക്വയർമെന്റ്. നമ്മളുടെ ആവശ്യങ്ങൾ, നമ്മുടെ ഓർഗനൈസേഷന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഹ്യൂമൻ റിസോഴ്സ്, എത്രയും ഹ്യൂമൻ റിസോഴ്സ് വേണം, അവരുടെ ഡിമാൻഡ്സ് എന്തെല്ലാമാണ്, നമ്മൾ അതിന് ഏറ്റവും കറക്റ്റ് ആയിട്ട് എംപ്ലോയീസ് സെലക്ട് ചെയ്യുന്നു, അവർക്ക് വേണ്ടി ട്രെയിനിങ് കൊടുക്കുന്നു, അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള കോമ്പൻസേഷൻ, സാലറി ആൻഡ് വേജ് കൊടുക്കുന്നു. നമ്മുടെ എംപ്ലോയീസിന്റെ പെർഫോമൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവാലുവേറ്റ് ചെയ്യുന്നു. പെർഫോമൻസ് അപ്രൈസൽ എന്തിനു വേണ്ടിയിട്ട്? നമ്മളുടെ ഓർഗനൈസേഷണൽ റിക്വയർമെന്റ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നത്. ഒരു സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ച്, ഓർഗനൈസ്ഡ് ബ്രാഞ്ച് ആണ് ഇത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ഹ്യൂമൻ റിസോഴ്സിന്റെ ഫങ്ഷൻസ് നമ്മളൊരു എന്താ പറയാ, ഒരു ഇമേജ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് പ്ലാനിങ് ആണ്. നമുക്ക് എത്ര ഹ്യൂമൻ റിസോഴ്സ് വേണം എന്നതിനെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്ലാൻ ചെയ്യുന്നു. നെക്സ്റ്റ് സ്റ്റാഫിംഗ് ആണ്. സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് ആ എംപ്ലോയീസ് നമ്മൾ റിക്രൂട്ട് ചെയ്യുന്ന സ്റ്റേജിനെയാണ്, റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ കണ്ടക്ട് ചെയ്യുന്ന സ്റ്റേജിനെയാണ് നമ്മൾ സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ദെൻ ഡെവലപ്പിംഗ് എന്ന് പറയുന്നത് നമ്മൾ അവർക്ക് വേണ്ട ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രൊവൈഡ് ചെയ്യണം. മാനേജിങ് ചേഞ്ചസ്, എന്തെങ്കിലും മാറ്റം വരാണെങ്കിൽ ആ മാറ്റങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ചേഞ്ചസ് വരുമ്പോൾ അത് നല്ല കറക്റ്റ് ആയിട്ട് നമ്മൾ മാനേജ് ചെയ്യണം. എൻഷുർ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, നമ്മുടെ എംപ്ലോയീസിന് പ്രോപ്പർ ആയിട്ട് ഹെൽത്ത് സേഫ്റ്റിയും പ്രൊവൈഡ് ചെയ്യണം. നമുക്കറിയാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫാക്ടറീസിലായിരിക്കും നമ്മുടെ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നതായിട്ട് വരുന്നത്. സോ നമ്മൾ ഒരു സേഫ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് എൻവയോൺമെന്റ് നമ്മുടെ എംപ്ലോയീസിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. മെയിൻറ്റെയിനിങ് റിലേഷൻഷിപ്പ്, നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയീസ് മാനേജ്മെന്റും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്തമാണ്? നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തമാണ്. ഇവാലുവേറ്റ്, ഈ എംപ്ലോയീസ് എല്ലാവരും അവർ വർക്കും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നുണ്ട്, അവരുടെ പെർഫോമൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യേണ്ടതും ആരുടെ ഉത്തരവാദിത്തം തന്നെയാണ്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തം തന്നെയാണ്. ഓക്കെ, ഇനി കുറച്ച് സ്പെക്ട്രം, അതേപോലെ തന്നെ ആക്ടിവിറ്റി, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ചെയ്യുന്ന കുറച്ച് ആക്ടിവിറ്റീസ് കാര്യങ്ങളാണ് ജസ്റ്റ് ഞാൻ പറഞ്ഞു പോവാണ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംപ്ലോയിനെ നമ്മൾ സെലക്ട് ചെയ്തു എന്ന് വെച്ച് അവിടെ വെച്ച് കംപ്ലീറ്റ് ആകുന്ന ഒരു പ്രോസസ് അല്ല, അതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. റിപ്പീറ്റ്ലി കണ്ടിന്യൂസ് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓഫ് പുട്ടിംഗ് ദ റൈറ്റ് മാൻ അറ്റ് ദ റൈറ്റ് ജോബ്, ഒരു റൈറ്റ് ആയിട്ടുള്ള പേഴ്സൺ ആ റൈറ്റ് ആയിട്ടുള്ള ജോബിലേക്ക് പ്ലേസ് ചെയ്യുക എന്ന് മാത്രമല്ല ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഫംഗ്ഷൻ. ഇറ്റ് ഈസ് എൻ ആർട്ട് ഓഫ് യൂട്ടിലൈസിംഗ് human resource of an organization in most efficient and effective way. നമ്മുടെ സ്ഥാപനത്തിലുള്ള ഹ്യൂമൻ റിസോഴ്സിനെ നല്ല എഫക്റ്റീവ് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടുള്ള വേയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നു, ഒരു കറക്റ്റ് ആയിട്ട് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. HRM covers a broad spectrum of activity which include, HRM വരുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആക്ടിവിറ്റീസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യം പറയുന്നത് എംപ്ലോയ്മെന്റ് ആണ്. എംപ്ലോയ്മെന്റ് കൊടുക്കുക എന്ന് വെച്ചാല് എംപ്ലോയീസിന് ജോബ് കൊടുക്കുക, എംപ്ലോയ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക. എംപ്ലോയി സർവീസ്, എംപ്ലോയീസിന് വേണ്ട സർവീസും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാം.
റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ അനദർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്, എന്ത് ആക്ടിവിറ്റി ആണ് റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ. എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുക, അതിൽ നിന്ന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള എംപ്ലോയിനെ സെലക്ട് ചെയ്യുക. നമ്മൾ സെലക്ട് ചെയ്ത എംപ്ലോയീസിന് നമ്മൾ എന്ത് കൊടുക്കും? ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതേപോലെ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യും. ബെറ്റർ ആയിട്ട് ഇപ്പൊ നമ്മൾ ഒരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ തന്നെ നമ്മളെ സ്പോൺസർ ചെയ്തിട്ട് എഡ്യൂക്കേഷൻ നമ്മുടെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. ഇനി സാലറി ആൻഡ് വേജ്, നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള സാലറി ആൻഡ് വേജ് എംപ്ലോയീസിന് കൊടുക്കണം. ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ്, നല്ലൊരു ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കണം. നമ്മുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ആര് ഉറപ്പ് കൊടുക്കണം? ഓർഗനൈസേഷൻ ഉറപ്പ് കൊടുക്കണം. വർക്കിംഗ് കണ്ടീഷൻ, നമ്മളൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു വർക്കിംഗ് കണ്ടീഷൻ വേണം എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. കാരണം നമ്മുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് മെഷീൻസും അതേപോലെ തന്നെ എക്യുപ്മെന്റ്സ് ഒക്കെ ആയിരിക്കും നമ്മൾ ഡീൽ ചെയ്തായിട്ട് വരുന്നത്. അപ്പോ അതിൽ നല്ല വർക്കിംഗ് കണ്ടീഷൻ വെച്ചാൽ നമുക്കൊരു വർക്കിംഗ് എൻവയോൺമെന്റ്, ഒരു സേഫ് ആയിട്ടുള്ള വർക്കിംഗ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യണം. പെർഫോമൻസ് അപ്രൈസൽ ആൻഡ് അസസ്മെന്റ് ആണ്. ഓരോ എംപ്ലോയീസിനെയും നമ്മൾ അതിൽ വാലുവേറ്റ് ചെയ്യണം. അവർ ചെയ്യുന്ന ജോബും കാര്യങ്ങളും നമ്മൾ വാലുവേറ്റ് ചെയ്യണം. അവർ അസസ്മെന്റും കാര്യങ്ങളും ഇയർലി നമ്മൾ എന്ത് ചെയ്യണം? അസസ്മെന്റും കാര്യങ്ങളും കണ്ടക്ട് ചെയ്യണം. അപ്പോ നമ്മൾ ലാസ്റ്റ് നോക്കിയത് എന്താണ്? പേഴ്സണൽ മാനേജ്മെന്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനെ കുറിച്ചിട്ടായിരുന്നു. പേഴ്സണൽ മാനേജ്മെന്റിന് ലിമിറ്റഡ് സ്കോപ്പ് ആണ്. ജസ്റ്റ് വർക്കേഴ്സിന് ടൂൾ ആയിട്ടാണ് പേഴ്സണൽ മാനേജ്മെന്റ് കണ്ടിരുന്നത്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലേക്ക് വരുമ്പോൾ കുറച്ച് വൈഡർ ആയിട്ടുള്ള സ്കോപ്പ് ഉണ്ട്. എംപ്ലോയീസിന് നമ്മുടെ ഓർഗനൈസേഷന്റെ അസറ്റ്സ് ആയിട്ടാണ് നമ്മുടെ സ്ഥാപനം കാണുന്നത്. ദെൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഫങ്ഷൻസും പിന്നെ സ്പെക്ട്രോം ആണ് നമ്മൾ ലാസ്റ്റ് നോക്കിയത്. എല്ലാവരും ഒന്ന് റീഡ് ചെയ്ത് നോക്കട്ടോ. ഈ പേഴ്സണൽ മാനേജ്മെന്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് മുതൽ റീഡ് ചെയ്ത് നോക്കും. ഈ പേഴ്സണൽ മാനേജ്മെന്റ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഇപ്പൊ ക്ലാരിറ്റി പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നെ നമ്മളൊരു ഡിഫറൻസ് നോക്കുന്നുണ്ട്, കുറച്ച് പോയിന്റ്സ്. അപ്പൊ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഞാൻ സാധാരണ പോയിന്റ്സ് പറഞ്ഞിട്ടാണ് ആ പോർഷൻ എടുക്കാറ്. കുറച്ചുകൂടി ക്ലിയർ ആവുന്നതാണ്. ഞാൻ ഡെഫിനേഷൻ ഒക്കെ പറഞ്ഞേ നമ്മൾ ഡിഫറൻസ് കൂടി നോക്കുമ്പോൾ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, എന്താണ് പേഴ്സണൽ മാനേജ്മെന്റ് തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എല്ലാവരും വായിച്ചു നോക്കിയോ? വായിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. ബാക്കിയുള്ളവർക്കൊക്കെ ക്ലിയർ ആണോ ടോപ്പിക്? പിന്നെ ഈ ടോപ്പിക്കില് കുറച്ച് നമ്മുടെ HR പേഴ്സണൽ മാനേജ്മെന്റ് തന്ന ഓർഡറിൽ കുറച്ച് പ്രശ്നമുണ്ട്.
ഒഴികെ ബാക്കി ക്ലിയർ ആണ്. ഓക്കെ. അപ്പൊ പേഴ്സണൽ മാനേജ്മെന്റിന്റെയും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെയും ബാക്കിയുള്ള ഡിഫറൻസും കാര്യങ്ങളും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. അപ്പൊ തന്നെ ചോദിക്കണം പറയില്ല, ഞാൻ പോർഷൻ എടുത്ത് കഴിഞ്ഞ് നിങ്ങളോട് റീഡ് ചെയ്യാൻ പറയില്ലേ, ആ സമയത്ത് ചോദിച്ചാൽ മതി. പോർഷൻ എടുക്കുമ്പോൾ തന്നെ ഡൗട്ട് ചോദിച്ചാൽ ചിലപ്പോൾ എനിക്ക് പറഞ്ഞുതരാൻ പറ്റില്ല, ഫ്ലോയിൽ ചിലപ്പോൾ ഞാൻ മെസ്സേജ് കാണുന്നില്ല. അപ്പോ ഞാൻ റീഡ് ചെയ്യാൻ പറയൂലേ, ആ സമയത്ത് നിങ്ങൾ ഓരോരുത്തരും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കും, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. ഓക്കെ മാം. അപ്പോ താങ്ക് യു ഓൾ. നെക്സ്റ്റ് ക്ലാസ് ഡിഫറൻസ് നോക്കാം. താങ്ക് യു. താങ്ക് യു മാം. Thank you, ma'am. താങ്ക് യു.